എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അംഗരാജാവായ ലോമപാദന്റെ കഥയാണ്. യയാതിപുത്രനായ തുർവസുവിന്റെ പരമ്പരയിൽ ജനിച്ച പ്രസിദ്ധനായ ചന്ദ്രവംശ രാജാവായിരുന്നു ലോമപാദൻ. കോസല രാജകുമാരിയായിരുന്ന വർഷിണിയെയായിരുന്നു ലോമപാദൻ വിവാഹം കഴിച്ചത്. വളരെ കാലം കഴിഞ്ഞിട്ടും ലോമപാദനും രാജ്ഞിക്കും കുട്ടികളുണ്ടായിരുന്നില്ല. ആയിടയ്ക്ക് തൻ്റെ അയൽ രാജാവും സുഹൃത്തുമായ അയോധ്യയിലെ രാജാവായ ദശരഥനെ സന്ദർശിച്ച ലോമപാദൻ ദശരഥന്റെയും കൗസല്യയുടെയും പുത്രിയായ ശാന്തയെ മകളായി നൽകാൻ അപേക്ഷിക്കുകയും ദശരഥൻ പുത്രിയെ ലോമപാദന് രാജകുമാരിയായി ദത്ത് നൽകുകയും ചെയ്തു. മകളെ ലഭിച്ച ലോമപാദൻ അതിസന്തോഷവാനായി തീർന്നു. മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം ഏറെ സമയം മകളുടെ കൂടെ ചിലവഴിക്കാൻ തുടങ്ങി. എന്നാൽ ആ മഴക്കാലത്ത് ശുഭതീർത്ഥൻ എന്നൊരു ബ്രാഹ്മണൻ കൃഷി രക്ഷിക്കാനായി ലോമപാദ മഹാരാജാവിന്റെ സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹത്തെ കാണാനെത്തിയെങ്കിലും രാജാവ് ബ്രാഹ്മണനെ അവഗണിച്ചു. പലതവണ ബ്രാഹ്മണൻ രാജാവിനെ കാണാൻ ശ്രമിച്ചുവെങ്കിലും പുത്രിയായ ശാന്തയുമായി സമയം ചിലവിട്ടുകൊണ്ടിരുന്ന ലോമപാദൻ ബ്രാഹ്മണനെ കാണാൻ കൂട്ടാക്കിയില്ല. ശുഭതീർത്ഥന്റെ നിസ്സഹായ അവസ്ഥയിൽ നിരാശരായ ബ്രാഹ്മണർ മഹാരാജാവിനു വേണ്ടി യാഗങ്ങൾ ചെയ്യുന്നത് നിർത്തിവെക്കുകയും അംഗരാജ്യത്തെ പൗരോഹിത്യം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തു. യാഗങ്ങൾ നിലച്ചതോടെ മഴയുടെ ദേവനും സ്വർഗരാജാവുമായ ഇന്ദ്രൻ ലോമപാദന്റെ പ്രവൃത്തിയിൽ രോഷാകുലനായി അംഗരാജ്യത്ത് മഴ പെയ്യിക്കുന്നത് നിർത്തി. രാജ്യത്ത് വലിയ വരൾച്ചയുണ്ടായി. മുനിശ്രേഷ്ഠന്മാരുമായി നടത്തിയ ചർച്ചയിൽ വിഭാണ്ഡകപുത്രനും പുറംലോകം കാണാത്തവനുമായ ഋഷ്യശൃംഗ മഹർഷിയെ കൊണ്ടുവന്ന് യാഗം നടത്തിയാൽ മഴ പെയ്യുമെന്ന് മുനിമാർ ലോമപാദനെ അറിയിച്ചു. രാജകൽപ്പന പ്രകാരം അംഗരാജ്യത്തെ ദേവദാസികൾ തോണിയിൽ കൃത്രിമ ആശ്രമം നിർമ്മിച്ച് വിഭാണ്ഡകന്റെ ആശ്രമ സമീപമെത്തി പുത്രനായ ഋഷ്യശൃംഗനെ തന്ത്രപൂർവ്വം തോണിയിൽ കയറ്റി അംഗരാജ്യത്തെത്തിച്ചു. അംഗരാജ്യത്തെത്തിയ ഋഷ്യശൃംഗന് ലോമപാദൻ വളരെ വിശാലമായ ഒരു ആശ്രമം നിർമ്മിച്ചു നൽകുകയും അദ്ദേഹം യാഗം നടത്തി ഇന്ദ്രനെ പ്രസാദിപ്പിച്ച് മഴ പെയ്യിക്കുകയും അംഗരാജ്യത്തെ വരൾച്ചയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് പുത്രിയായ ശാന്തയെ ഋഷ്യശൃംഗന് വിവാഹം കഴിച്ചു നൽകിയ ലോമപാദൻ സ്വന്തം രാജ്യം തന്നെ അദ്ദേഹത്തിന് സമർപ്പിച്ചു. പിന്നീട് അവിടെ എത്തിയ പിതാവായ വിഭാണ്ഡകന്റെ നിർദ്ദേശപ്രകാരം ഒരു പുത്രൻ ജനിച്ച ശേഷം ഋഷ്യശൃംഗൻ പിതാവിന്റെ ആശ്രമത്തിലേക്ക് മടങ്ങി. ദശരഥന് വേണ്ടി ഋഷ്യശൃംഗൻ പുത്രകാമേഷ്ടി യാഗം നടത്തിയത് ലോമപാദന്റെ അപേക്ഷപ്രകാരമായിരുന്നു. അംഗരാജാവായ ലോമപാദന്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.